മധുവങ്കിൾ, ഓ ഇനി നമ്മുടെ ദാസങ്ങളുടെ പാട്ടുമായിട്ട് ആരാ വരുന്നതെന്ന് അറിയാമോ? ആരാ? അത് മാത്രം പറയുന്ന നമ്മുടെ അമ്മുക്കുട്ടി എത്താണ്. ആയിരിക്കും. ഇനി നമ്മുടെ ആയിരക്കുമാണ് വരാൻ പോകുന്നത്. വെൽക്കം ദ്വിതിക്കുട്ടി ഓൺ സ്റ്റേജ്. എല്ലാം കണ്ടു തീർത്തിട്ട് വരും. എല്ലാ ഫോട്ടോയും കാണണേ. ബൊമ്മക്കുട്ടിയാ വരുന്നത്. ഹലോ, ഇത് ടോപ്പ് സിംഗർ തന്നെയാ. ഹലോ, നമ്മുടെ സ്ഥലം ഇത്. നമ്മുടെ സ്ഥലം തന്നെയാ. വേറെ ഏതോ സ്ഥലത്തെത്തിയ പോലെ. ഉണ്ണിയക്കളുടെ കണ്ടോ? കണ്ടു. ഞാൻ ആഘോഷിച്ചില്ല. അതെന്താ? അതെന്താ നിങ്ങൾ ഇങ്ങനെ ഒരു ദുഷ്ടത്തരം കാണിച്ചത്? അറിയില്ല. അറിയില്ല. നിങ്ങളെ നോക്കിയത് ചേച്ചി ചേട്ടൻ അറിയില്ല. സാരിയല്ലേ, നമുക്ക് ഇവിടെ ആഘോഷിക്കാലോ. ഇവിടെ അത് കഴിയുമ്പോ ഭയങ്കര പടക്കം പൊട്ടിയിട്ടുണ്ട് പുറത്ത്. അല്ല, ഏത് പാട്ടാ? മാണിക്യവീണയും. ഇതാരാ പാടിയേ? യേശുദാസ് സാർ. ആണോ? മോള് കണ്ടിട്ടുണ്ടോ യേശുദാസ് അങ്കിളിനെ? നേരിട്ട് കണ്ടിട്ടില്ല. നേരിട്ട് കണ്ടു. ഫോട്ടോയും വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. കാണണമെന്ന് ആഗ്രഹമല്ലേ? അത്ര എക്സൈറ്റഡ് ആണ്. ഏത് പാട്ടാ ദാസങ്ങളുടെ ഏറ്റവും ഇഷ്ടം? 7 സ്വരങ്ങളും. ആ പാട്ട് അറിയോ? ചില്ലറ പാട്ടല്ല. ഡീറ്റെയിൽസ് പാടിയത് ഡോക്ടർ KJ യേശുദാസ് സാർ. ഫിലിം കാട്ടുപൂക്കൾ സാർ. അല്ല, കാട്ടുപൂക്കൾ സാർ. പിന്നെ മ്യൂസിക് ഡയറക്ടർ G ദേവരാജൻ മാസ്റ്റർ. ലിറിക്സ് ONV കുറുപ്പ് സാർ. വർഷം 1965. നമ്മുടെ കുഞ്ഞിനേക്കാളും 1/2 നൂറ്റാണ്ട് പ്രായം അധികം ഉണ്ട് ഈ പാട്ടിന്. എന്റെ അമ്മോ. ഈ പ്രോഗ്രാം ചിലപ്പോ ദാസങ്ങൾ കാണുന്നുണ്ടാവും. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ. ഹാപ്പി ബർത്ത്ഡേ ദാസങ്കിൾ. ഈ പാട്ട് ഞാൻ ദാസങ്കിളിന് വേണ്ടിട്ടാ പാടുന്നത്. വെരി ഗുഡ്. എന്നാ പാടാം. All the best. Thank you. All the best. Thank you. Thank you. മാണിക്യവീണയുമായി മനസ്സിന്റെ താമര പൂവിലുണർന്നവളേ,
ആഹാ നൈസ്. മിടുക്കിയാണല്ലോ. വെരി നൈസ്, വെരി നൈസ്. ദ്യുതിക്കുട്ടി എങ്ങനെയുണ്ട് പാടിയിട്ട്? കുഞ്ഞിന് ഇഷ്ടപ്പെട്ടോ? നന്നായി പാടിയെന്ന് തോന്നുന്നുണ്ടോ? ആയിരിക്കും. ഞാൻ ഓർക്കായിരുന്നു അതെന്താ കേക്കാത്തേന്ന്. ഇത് ന്യൂ ഇയർ അറിയോ? ഇത് പുതിയ വർഷമാ, 2026, 2026. എപ്പോ ഇതൊക്കെ എവിടെ? ഇതൊക്കെ സംഭവിക്കുന്നത് അറിഞ്ഞായിരുന്നോ ദ്യുതിക്കുട്ടി? അപ്പൊ 2026 ദ്യുതിക്കുട്ടിയുടെ ഫസ്റ്റ് സോങ് ഇത്. കൺഗ്രാചുലേഷൻ. മിടുക്കി കുട്ടി, എന്ത് രസമായിട്ടാ പാടുന്നേ. നല്ല സുഖമുണ്ടായിരുന്നു കേക്കാൻ. പഴയ പാട്ട് എൻ്റെ ഫേവറേറ്റ് പാട്ടാണ്. ഞാനും വീണ്ടും പറയുന്നു, അച്ഛൻ്റെ കൂടെ എപ്പോഴും കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ്. ഭയങ്കര ഒരു കാമായിട്ടുള്ളൊരു പാട്ടാണ്. ഭയങ്കര സുഖമാണ് കേട്ടിങ്ങനെ ഇരിക്കാൻ. ചില പാട്ടുകൾ കേട്ടിങ്ങനെ ഉറങ്ങാനും ഭയങ്കര സുഖമാണ്. അതിലൊരു പാട്ടാണ് ഈ പാട്ട്. പാട്ട് ഉറങ്ങാൻ രാത്രി കിടക്കുമ്പോ കേട്ട് കിടക്കാൻ നല്ല ഭയങ്കര സുഖമാണ് ഈ പാട്ട് കേട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു കിടിലൻ പാട്ടെടുത്തിട്ടാണ് ദ്യുതിക്കുട്ടി വന്നത്. നല്ല സെലക്ഷൻ. എനിക്ക് നല്ല ഫീൽ ഉണ്ടായിരുന്നു. ചെറിയൊരു എല്ലാ സെന്റൻസിന്റെ അറ്റത്തും ഒരു കുഞ്ഞൊരു വിബ്രാറ്റോ വരുന്നുണ്ട്, ഒരു എന്ന് വരുന്നുണ്ട്. ഓക്കെ, അത് നമുക്കൊന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങണം കേട്ടോ ഇനി. ഓക്കെ ബേബി. പിന്നെ എനിക്ക് ചരണത്തിൽ കുഞ്ഞ് പിച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ആ പൊൻവെയിൽ വന്നല്ലോ, പിന്നെയും പൊൻവെയിൽ വന്ന. ഒന്നുകൂടെ പാടിത്തരാവോ ദ്യുതിക്കുട്ടി? മഞ്ഞു പൊഴിഞ്ഞല്ലോ, മാമ്പൂ കൊഴിഞ്ഞല്ലോ, പിന്നെയും പൊൻവെയിൽ വന്നല്ലോ, നിൻമുഖത്തെന്നോ മറഞ്ഞൊരാ പുഞ്ചിരി എന്നിനി കാണും ഞാൻ, നിൻമുഖത്തെന്നോ മറഞ്ഞൊരാ പുഞ്ചിരി എന്നിനി കാണും ഞാൻ. ഇപ്പം കുറേയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. നേരത്തെ കുറച്ച് പിച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പൊന്നിന്. അവൾക്ക് ചെറിയൊരു സ്ട്രെയിൻ ഉണ്ടോ എന്നൊരു സംശയം എനിക്ക് ഉണ്ടോ അവിടെ? ഇല്ല. ഓക്കെ, അപ്പൊ അത് വെരി ഗുഡ്. സ്ട്രെയിൻ ഒന്നുമില്ല, അത് എനിക്ക് പിച്ച് പോയത് തന്നെയാണ്. പക്ഷെ ഇപ്പൊ പാടിയപ്പോ നല്ല മിടുക്കിയായിട്ട് പാടി. പക്ഷെ എന്നാലും നമുക്ക് ആ വിബ്രാറ്റോ ഒരു ചെറിയൊരു വിറയൽ നമുക്ക് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി മുതൽ ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോൾ അതൊന്ന് മാറ്റിയെടുത്താൽ നല്ല രസമായിരിക്കും. എന്തായാലും എനിക്ക് ഭയങ്കര ഒത്തിരി ഇഷ്ടപ്പെട്ടു. മിടുക്കി കുട്ടിയാണ്, നല്ല അടിപൊളിയായിട്ട് പാടുന്നുണ്ട്, നല്ല പ്രോഗ്രസ് ഉണ്ട്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ദാസങ്കളുടെ ഒരു വളരെ സൂത്തിങ് ആയിട്ടുള്ള ഒരു സോങ് ആണത്. ക്ലാസിക് സോങ്. ആര്യ പറഞ്ഞ മാതിരി കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സുഖമായിട്ട് അതൊരു ലലബി മാതിരി ഇങ്ങനെ ഉണ്ടാവും. അത് മോളെ അസലായി പാടി മോളെ. മോള് സാധാരണ പാടുന്നത് ഇതിലും പെർഫെക്ഷൻ ഉണ്ടാവും. ഇന്ന് 2-3 സ്ഥലത്ത് ഒരു ചെറിയ പെർഫെക്ഷൻ കുറവ് തോന്നിയ ഫസ്റ്റ് പല്ലവിയിൽ തന്നെ വേദന എന്ന് പറഞ്ഞ സമയത്ത്, പിന്നെ പൊൻവെയിൽ വന്നല്ലോ എന്ന സമയത്തൊക്കെ ചെറുതായിട്ട് കുറച്ചൊരു പിച്ചിങ് ഇഷ്യൂസ് ഒക്കെ വന്നു. മോള് സാധാരണ എങ്ങനെയാ വെച്ചാല് മച്ച് എബവ് യുവർ ഏജ് അങ്ങനെയാണ് സാധാരണ പാടല്. ഈ കുട്ടി ഇതൊക്കെ പാടുമെന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന വിധത്തിൽ പാടും. ഇന്ന് 2-3 സ്ഥലത്ത് ചെറിയ ചെറിയ ഫ്ലോസ് വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് റൗണ്ടിൽ ഇതുമാതിരി ഫ്ലോസ് ഒന്നും വരാതെ പെർഫെക്റ്റ് ആയിട്ട് പാടണം. ഓക്കെ, സോ വിഷ് യു വെരി ഹാപ്പി ന്യൂ ഇയർ. എൻജോയ്. നന്നായിട്ട് പാടി, ഉഗ്രനായിട്ട് പാടി. എനിക്ക് ദ്യുതിക്കുട്ടി പാടിയത് വളരെ ഇഷ്ടപ്പെട്ടു. ദ്യുതിക്കുട്ടി എത്രയിലായി ഇപ്പോ? 3ാം ക്ലാസ്. മറന്നുപോയോ? 3ലാന്ന്. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഈ പാട്ടൊക്കെ ഇങ്ങനെ ഈസി ആയിട്ട് ഒരു മെച്ചുവേർഡ് ആയിട്ട് പാടുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഭവമാണ്. ഞാൻ 3ലല്ല, ശരിക്കും എത്രയിലാ? 2ലാ. നേരത്തെ കൊണ്ട് ചേർത്തില്ലേ? ചെയ്തത് അങ്ങനെ അമ്മയും അച്ഛനും രണ്ടുപേരും കുറ്റക്കാരാണ്. രണ്ടുപേരും കൾപ്രിറ്റ്സ്. എന്നെ നേരത്തെ കൊണ്ട് ചേർത്തില്ലേ? അതാണ് അങ്ങനെ. ശരിക്കും ഞാൻ 2ലാ. സ്കൂൾ അതോറിറ്റീസ് കേൾക്കണ്ട. അതെ, മധുങ്കളിനെ അങ്ങനെ കൊണ്ട് ചേർത്തതാ. എന്ത് ചെയ്യാൻ പറ്റും? ബുദ്ധി കൂടി എന്ത് ചെയ്യാനാ? വീട്ടിലെ ശല്യം കാരണം കൊണ്ട് അല്ലാണ്ട്. പക്ഷെ ദ്യുതിക്കുട്ടി അങ്ങനെ വീട്ടിലെ ശല്യം ഒന്നും ചെയ്യാത്ത കുട്ടിയാന്ന് എനിക്കറിയാം. ഞാൻ ഭയങ്കര വികൃതിയായിരുന്നു എന്നാ കേട്ടത്. ആയിരിക്കും. അപ്പൊ ദ്യുതിക്കുട്ടി നന്നായിട്ട് പാടി. എനിക്ക് വളരെ ഇപ്പൊ ഈ പറഞ്ഞില്ലേ, ഏറ്റവും കൂടുതൽ പ്രശ്നം തോന്നിയത് പൊൻവെയിൽ വന്നല്ലോ, അതാണ് കൂടുതൽ പ്രശ്നം തോന്നിയത്. പിന്നെ ഉണ്ണി അങ്കിൾ പറഞ്ഞു നിന്റെ വേദന എന്നുള്ളത്. എനിക്ക് പാടുകില്ലേ എന്ന് പാടിയില്ലേ, അത് ചില സ്ഥലത്ത് ഒന്നും കൂടി കുറച്ചും കൂടി ഒന്ന്
ശരിയാവണമെന്ന് എനിക്ക് തോന്നി. മാണിക്യ വീണയുമായൻ മനസ്സിന്റെ താമരപ്പൂവിലുണർന്നവളെ. പാടിയ മാണിക്യ വീണയുമായി മനസ്സിന്റെ താമരപ്പൂവിലുണർന്നവളെ പാടുകില്ലേ. അത് ഒരെണ്ണം. ഇനി വേറൊരു പാടുകയില്ലേ, വേറൊരു സ്റ്റൈലില് പാടുകില്ലേ വീണമീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ. ആ ചൊല്ലുകില്ലെന്ന് പാടുമ്പോ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ, ഒന്നും സസ്റ്റെയിൻ ചെയ്യണ്ട, ചൊല്ലുകില്ലേ എന്ന് നീട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ആ ഭംഗി കുറയും കേട്ടോ, ഭംഗി ഇത്തിരി കുറയും. അപ്പൊ ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ, അവിടെ സസ്റ്റെയിൻ ചെയ്യാം. ഓക്കെ, ബാക്കി എല്ലാ ഭാഗങ്ങളും എനിക്ക് ഇഷ്ടമായി മോള് പാടിയത് കേട്ടോ. ഉണ്ണിയങ്ങൾ പറഞ്ഞില്ലേ എപ്പോഴും ഇതിനേക്കാളും മേലെയാണ് പാടാറുള്ളത്. ആൾക്ക് ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, പാടും. അതെ, പക്ഷെ എന്നിട്ടും ഈ പാട്ട് അതെ ഈ പ്രായത്തിൽ ഇങ്ങനെ പാടുന്ന 3ാം ക്ലാസ്സിലാവണ്ട കൊച്ചു, 2ാം ക്ലാസ് 2ാം ക്ലാസ്സിലാവണ്ട കൊച്ചിനെ 3ാം ക്ലാസ്സിലായി ഇല്ലേ? അതെ. ആ, എന്നിട്ടും ഈ കുട്ടി നന്നായിട്ട് പാടിയത്, ഇത്ര മെച്യൂർഡ് ആയിട്ട് പാടി. വെരി ഗുഡ്, വെരി ഗുഡ് ഗേൾ. ദാസങ്ങൾ ഈ പാട്ട് കേൾക്കും കേട്ടോ, അതെന്തായാലും കേൾക്കും. ദാസങ്ങൾ കേട്ടിട്ട് ഭയങ്കര ഇഷ്ടമാവും. മോള് ഇത്രയും ചെറിയ പ്രായത്തില് അതെ ദാസങ്ങളുടെ പാട്ട് ഗംഭീരായി പാടി പറയും ദാസങ്ങള്. പ്രൗഡായി. അപ്പൊ മാർക്ക് വേണ്ടേ നമുക്ക്? എത്ര മാർക്സ് വേണം? ഏതെങ്കിലും നൂറിന്റെ ഉള്ളിലുള്ള എന്തായാലും കുഴപ്പമില്ല. ഒന്ന് എന്തെങ്കിലും തന്നു വിടുവോ? വിട്ടോ, ഉറക്കം വരുന്നു എനിക്കൊന്ന്. മോളക്ക് ഇന്ന് എത്രയാണെന്നറിയോ? അതാണ് കുറച്ചൊരു അല്ലല്ല, അവക്ക് നേരത്തെ ഉറക്കം വരുന്നുണ്ട്, കുറച്ചൊരു ഫെറ്റീഗ് ഉണ്ട്, അതുകൊണ്ടാണ് അവള്. മോൾക്ക് ഇന്ന് എത്ര അറിയോ മാർക്സ്? 97.5 ഔട്ട് ഓഫ് 100. ഓക്കെ, അപ്പൊ ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയർ ടു യു. അതെ, ഹാപ്പി ന്യൂ ഇയർ. സുഖമായിട്ട് ഉറങ്ങാം. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ബൈ. ഓടിപ്പോയി ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. കിടന്ന് ഉറങ്ങാനാന്നോ? ഈ ഉടുപ്പൊക്കെ ഒന്ന് മാറ്റി. അതെ. ആ, ചേട്ടാ അപ്പൊ ഇനി അതൊക്കെ പറയാനുണ്ടോ?